ഗുഡ് മോർണിംഗ്. ഇന്ന് മോർണിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റതേ കുറച്ച് താമസിച്ചായിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ ചപ്പാത്തിക്കുള്ള മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി താമസിച്ച് എഴുന്നേറ്റാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ കുറച്ച് പൂരി ഉണ്ടാക്കി. തമ്പുരുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ പൂരി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അതായിരുന്നു കൊടുത്തു വിട്ടത്. എന്തെങ്കിലും സ്നാക്സോ പപ്പടം കാച്ചാനോ പൂരി ഉണ്ടാക്കാനോ ഒക്കെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പാത്രത്തിൻ്റെ കളർ ഇങ്ങനെ മാറിയത്. തേച്ചിട്ടൊന്നും ഫുള്ളായിട്ട് അങ്ങോട്ട് പോകുന്നതുമില്ല. പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂ ഓരോ ദിവസം ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഇന്ന് വെച്ചപ്പോൾ വെജിറ്റബിൾസ് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തു. ചിക്കനകത്തിലെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേവിച്ച വെജിറ്റബിൾസ് അതിലേക്കിട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. പിന്നെ തേങ്ങയുടെ ഒന്നാം പാലിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് കടുക് താളിച്ചതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്തു. ഇന്നത്തെ ചിക്കൻ സ്റ്റൂ ഇങ്ങനെയായിരുന്നു. തമ്പുരിന് സ്കൂളിലേക്ക് ചിക്കൻ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവന് അല്ലാതെ കറിയായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പൂരി വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഒരു ശർക്കര അടുത്തത് വെച്ച് അങ്ങനെ ഒരു 3 പൂരിയും വെച്ച് കൊടുത്തു. പിന്നെ അവന് സ്നാക്സിന് മുറുക്കായിരുന്നു എടുത്തത്. അത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എടുത്തങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഉച്ചക്കലത്തേക്ക് ചപ്പാത്തി എടുത്തു. പിന്നെ സ്റ്റൂവും ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചിക്കൻ സ്റ്റൂ ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയായിരുന്നു ഇന്ന് രാവിലെ.